മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ മാസം മെയ് മാസം 1-ാം തീയതി മുതൽക്ക് ഞാൻ കുറേയധികം പത്രങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വായിക്കാറുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് 2 ആഴ്ച മുമ്പ് തുടങ്ങിയ dharmanews.in www.dharmanews.in എന്ന ന്യൂസ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടും കുറേ പത്രങ്ങൾ വായിക്കാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ന്യൂസ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഭാരതീയർക്ക് അഭിമാനം തോന്നുന്ന അച്ചീവ്മെന്റുകളാണ്. പലതരത്തിലുള്ള വികസനങ്ങളും കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ഭാരതീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് സംക്ഷിപ്തമായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങളും ഒന്ന് കാണണം. dharmanews.in എന്താണ് എന്ന് ഒന്ന് കണ്ട് അഭിപ്രായം അറിയിക്കണം. ഞാൻ പറയാൻ വന്ന വിഷയം അതിനെക്കുറിച്ചല്ല. കഴിഞ്ഞ 16 ദിവസമായിട്ട് മാതൃഭൂമി പത്രം ഞാൻ അടിമുടി വായിക്കാറുണ്ട്. പണ്ട് ചെയ്തിരുന്നത് പോലെ വായിക്കാറുണ്ട്. ഞങ്ങൾ പ്രഭാഷണത്തിന് യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും മാതൃഭൂമിയിലെ കണ്ടന്റിനെ കുറിച്ച് വിശകലനം ചെയ്യാറുണ്ട്. വളരെയേറെ അത്ഭുതകരമായ സന്തോഷം തോന്നിയത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രം എത്ര ഗംഭീരമായ നിഷ്പക്ഷതയാണ് പാലിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാനേ പറ്റിയില്ല. ശരിക്ക് മാതൃഭൂമിയുടെ ചെയർമാൻ ശ്രീ വീരേന്ദ്രകുമാർ ഉമ്മൻചാണ്ടിയുടെ കൂട്ടത്തിലിരുന്ന് UDF-ന് വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തുന്നതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് നിതീഷ് കുമാറിനെയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ പത്രസമ്മേളനം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ പത്രത്തിന് തന്നെ ഒരു രാഷ്ട്രീയ വീക്ഷണം വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. കൈരളി ചാനൽ പോലെ അത് ഇടതുപക്ഷത്തിനുള്ളതാണ്. ജയ് ഹിന്ദ് ചാനൽ പോലെ അത് കോൺഗ്രസിൻ്റെതാണ്. ജനം TV അത് BJPയുടെയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഇപ്പം മാതൃഭൂമിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അജണ്ട ആകാമായിരുന്നു ഈ ഇലക്ഷൻ സമയത്ത്. പക്ഷെ അത്ഭുതകരമായിട്ടുള്ള എല്ലാവർക്കും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി, തുല്യമായ പ്രാധാന്യം എന്നുള്ളതല്ല, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി വസ്തുതാപരമായിട്ട് ഹിഡൻ അജണ്ടയൊന്നുമില്ലാതെ ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊടുക്കേണ്ടതുപോലെ കൊടുത്തു എന്നുള്ളത് വളരെയേറെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ മാത്രം തോന്നലല്ല. മാതൃഭൂമി വായിക്കുന്ന 15 വ്യക്തികളെ ഞാൻ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഇന്ന് യൂട്യൂബിൽ കൊടുക്കുന്നതിന് മുമ്പ് വിളിച്ച് ചോദിച്ചു, ഇപ്പൊ മാതൃഭൂമിയെക്കുറിച്ച് എന്ത് തോന്നുന്നു, നിങ്ങളൊന്ന് വായിച്ച് എന്നോട് അറിയിക്കണം, എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. പണ്ട് മാതൃഭൂമിയെ എതിർത്തിരുന്നവരും അതിൽ കുറെ പേര് മാതൃഭൂമി പത്രം നിർത്തി. അവരെയല്ല, മാതൃഭൂമിയുടെ വീക്ഷണത്തെയും അത് അവരെ പ്രസിദ്ധീകരിക്കുന്നതിനെയും വളരെയധികം വേദനയോടുകൂടി എതിർത്തിരുന്നവര് അവരെല്ലാവരും പറഞ്ഞ ഒരു അസാധാരണ മാറ്റം. അവരിൽ ചിലര് പറഞ്ഞത് ആ മുസ്ലിം സംഘടനകളോട് മാപ്പ് പറഞ്ഞതിന് ശേഷമുണ്ടായ പ്രതികരണവും കൂടി ചേർത്തായിരിക്കാം. ഏതായാലും മാതൃഭൂമി പത്രം അസാധാരണമാം വിധത്തില് നിഷ്പക്ഷമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ളത്. തെറ്റുകളും ശരികളും വേണ്ടതുപോലെയും
വേണ്ടാത്തത് വേണ്ടാത്തതായിരുന്നു എന്നും നല്ല രീതിയിൽ ഒരു പത്രധർമ്മത്തിന്റെ പരമകാഷ്ഠയിലിരുന്നു കൊണ്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മാതൃഭൂമി ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു. അവർക്ക് വളരെയധികം ജനങ്ങളെ അറിയിക്കേണ്ടത് അറിയിക്കാം, ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ചെയ്യിക്കാം എന്ന് തെളിയിച്ച ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ കണ്ടത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും തോന്നിയേക്കാം ഒരു അവസരവാദം പോലെ മാറി മാറി പറയുന്നു എന്നുള്ളത്. ഞാൻ അവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ലോകത്തിൽ ആര് നല്ലത് ചെയ്താലും അത് നല്ലതാണെന്നും അവർ തന്നെ പിന്നീട് തിന്മ ചെയ്താൽ അത് തിന്മയാണെന്നും തിന്മ ചെയ്തവർ പിന്നീട് നന്മ ചെയ്താൽ അത് നന്മയാണെന്നും അത് പറയാനുള്ളൊരു മനസ്സുണ്ടാവണമെന്ന് എൻ്റെ പ്രഭാഷണങ്ങളിലും എൻ്റെ പുസ്തകങ്ങളിലും ഞാൻ നിരന്തരം പറയുമ്പോൾ മാതൃഭൂമിയെക്കുറിച്ച് 2-3 പ്രാവശ്യം ഞാൻ നെഗറ്റീവായിട്ടുള്ളത് പറയുകയുണ്ടായി. അതിന് ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷെ മാതൃഭൂമിയെക്കുറിച്ച് ഞാൻ നെഗറ്റീവായിട്ട് ശക്തമായി വിമർശനാത്മകമായി പറഞ്ഞത് അതിന് കമന്ററി എഴുതിയവര് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് ആയിരക്കണക്കിന് വ്യക്തികൾ പങ്കെടുത്ത ഒരു പരിപാടി വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു 10 മണി തൊട്ട് 12:30 വരെ വേദപഠനം ഉൾപ്പെടെ 1:30 വരെ 3.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ മാതൃഭൂമിയിലെ ലേഖകൻ വന്ന് ഞാൻ പറഞ്ഞതെല്ലാം എഴുതിക്കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രഭാകരൻ നായർ അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവസാനം അദ്ദേഹം പറയുകയും ചെയ്തു, ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുന്ന ഫോട്ടോ കൊടുക്കില്ല, കാരണം ഗോപാലകൃഷ്ണൻ മാതൃഭൂമിക്കെതിരെ പറയുന്നു എന്ന് അദ്ദേഹം എന്നോടല്ല എന്റെ കൂട്ടത്തിലുള്ളവരോട് വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിച്ചു അത്രേ. ഏതായാലും വളരെ വളരെ സന്തോഷം തോന്നുന്നത് വിമർശനാത്മകമായിട്ടാണെങ്കിലും പറഞ്ഞത് എഴുതാൻ ഫോട്ടോ ഒന്നും കൊടുക്കലോ ഫോട്ടോ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒന്നും വലിയ കാര്യമൊന്നുള്ളതല്ല. പക്ഷെ പറഞ്ഞത് എഴുതുകയും ചെയ്തു മാതൃഭൂമി. അതേ സമയത്ത് അവര് അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇൻഡയറക്ട്ലി അറിയിക്കുകയും ചെയ്തു. അതേ മാതൃഭൂമി ഞാനൊരു അമേരിക്കൻ യാത്രയ്ക്ക് മുമ്പ് മുതൽക്ക് ഉള്ള എല്ലാ പത്രങ്ങളും അടുക്കി വെച്ച് അവർ ഈ ഇലക്ഷനെ എങ്ങനെ കാണുന്നു, അവരുടെ നേതാവ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായ സ്ഥിതിക്ക് ആ രാഷ്ട്രീയ പാർട്ടി വീരേന്ദ്രകുമാർ ഏത് പാർട്ടിയിലാണോ ഉള്ളത് അതൊന്നുകിൽ LDF അല്ലെങ്കിൽ UDF, അദ്ദേഹം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട്. ഇപ്പൊ ഏത് പാർട്ടിയിലാണോ ഉള്ളത് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പത്രമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഗോപാലകൃഷ്ണനല്ല ഞങ്ങൾ നോക്കിയപ്പോ ധന്യമായ ഇംപാർഷ്യാലിറ്റി മാതൃഭൂമിയിൽ കണ്ടത്. ഞാനത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇന്ന് 17-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം ഇനി ഇലക്ഷന്റെ ദിവസം അവരുടേത് 18ാമത്തെ അടവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് വേണമല്ലോ അത് എഴുതാൻ. ഏതായാലും ഇന്നലെ വരെ അവർ കൊടുത്ത വാർത്തകളാണ്. സ്വാധീനിക്കുന്നുണ്ടെങ്കിലും സ്വാധീനിക്കുന്നില്ലെങ്കിലും ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. ഇന്നലെ രാവിലത്തെ പത്രം ഉൾപ്പെടെ ഇന്നലത്തെ രാവിലത്തെ പത്രത്തില് LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഡ്വർടൈസ്മെന്റ് ആണ് ഫ്രണ്ട് പേജ്. അത് അഡ്വർടൈസ്മെന്റ് ആണ്, അത് പെയ്ഡാണ്, അത് അവർക്ക് എന്തായാലും നിലനിൽപ്പിന് ആവശ്യമാണ്. രണ്ടാമത്തെ പേജിൽ കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാം ഉണ്ട്, എല്ലാം പെയ്ഡാണ്. അപ്പൊ എത്ര പൈസ കൊടുത്തോ അതനുസരിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടാവും. അതിൽ അവരെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ സർവൈവലിന് അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്നുള്ളത് മാത്രം. ഏതായാലും ഈ മാതൃഭൂമി പത്രം ധന്യമായ രീതിയിൽ ഇതേപോലെ
നിഷ്പക്ഷമായി തന്നെ ഇനിയും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.